10-13 വയസ്സിന് വ്യത്യാസമുണ്ട്. കരുണാകരൻ ഏറ്റവും താഴെയുള്ള ഏറ്റവും ഇളയ സഹോദരനാണ്. ഞാൻ കരുണാകരൻ്റെ നേരെ ജ്യേഷ്ഠനാണ്. എനിക്കൊരു 11 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഒരു അസുഖം ബാധിച്ചത്. ടൈഫോയിഡായിരുന്നു. അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ 1 മാസത്തോളം തീരെ കിടപ്പായിരുന്നു. അപ്പം അത് മാറി നോക്കുമ്പോഴാണ് ഇടത്തെ കാലിൽ നടക്കാൻ ഒരു സ്വാധീനക്കുറവ്. അപ്പോൾ അതുമായിട്ട് പിന്നെ കുറേ കാലം ഈ പല ചികിത്സാലയങ്ങളിൽ കാട്ടുപരുത്തി, കുറ്റിപ്പുറ, മാനക്കര തുടങ്ങിയ മലബാറിലെ പല പ്രദേശങ്ങളിലുള്ള ഈ ആയുർവേദ വിദഗ്ധരെടുത്ത് പോയിട്ട് ചികിത്സ. അങ്ങനെ ആ കാലങ്ങളിലും പല വൈദ്യന്മാരുടെ അടുത്തേക്കും അച്ഛൻ എന്നെ തൊഴിലേറ്റിയാണ് കൊണ്ടുപോകാറ്. ഞാൻ 1952 മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സ് മദ്രാസിൽ ചിത്രകല പഠിക്കാൻ പോകുന്നത്. ആ കാലത്ത് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് അല്ല, സ്കൂൾ ഓഫ് ആർട്സ് ആയിരുന്നു. അന്ന് DP റോയ് ചൗധരിയാണ് പ്രിൻസിപ്പൾ. അങ്ങനെ അന്ന് മറ്റേ അച്യുതൻ നാരായണനുണ്ട്, വിശ്വനാഥനുണ്ട്, ഹരിദാസുണ്ട്, മുത്തുക്കോയുണ്ട്, ദാമോദരനുണ്ട്, വാസുദേവുണ്ട്, എരണവാസ് ഡ്രൈവറുണ്ട്. ഒരു നല്ല വളരെ എന്താ പറയുക, ഇന്നും അവരൊക്കെ അറിയപ്പെടുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. പത്മിനിയുണ്ട്. പത്മിനിൻ്റെ 1 കൊല്ലം ജൂനിയറായിരുന്നു, എന്നാലും ഒരുമിച്ചായിരുന്നു. പത്മിനിക്ക് 3 കൊല്ലം, എനിക്ക് 2 കൊല്ലം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ കാലത്താണ് ഇവരൊക്കെ ഏറ്റവും നല്ലൊരു കാലഘട്ടം അതായിരുന്നു മദ്രാസ് കോളേജ് ഓഫ് ഫൈനാൻസിനെ സംബന്ധിച്ചോളം. അപ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് കോളേജാക്കി. CN കരുണാകരന് ഓർമ്മയിൽ വരുന്നത് ഏകദേശം 70കളുടെ മധ്യത്തിലാണ്. ഞങ്ങളന്ന് കോളേജ് വിദ്യാർത്ഥികളായിരുന്നു. ആലുവ UC കോളേജിലെ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ആ കാലത്ത് എൻ്റെ സഹപാഠിയായിരുന്ന MG ചന്ദ്രചൂഡൻ ആയിരുന്നു കോളേജ് മാഗസിൻ അടിച്ചത്. അപ്പോൾ ചന്ദ്രചൂഡൻ്റെ കോളേജ് മാഗസിനിൽ ചിത്രങ്ങളിൽ വരച്ചിരുന്നതും അതിൻ്റെ പ്രധാനമായും എൻ്റെ കവർ വരച്ചിരുന്നതും CN കരുണാകരനായിരുന്നു. അങ്ങനെയാണ് CN കരുണാകരനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്നത്. പിന്നീട് ആ കാലത്തുള്ളൊരു സൗഹൃദ കൂട്ടായ്മയിലേക്ക് ഞാനൊക്കെ കടന്നു വരികയാണ്. ആ കൂട്ടായ്മയിൽ വളരെ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ജോൺ എബ്രഹാം, ഇന്ന് ക്യാമ്പസുകളിലെല്ലാം സജീവമായിരുന്ന ജോൺ എബ്രഹാം, പവിത്രൻ, ചിന്തരവി, അരവിന്ദൻ, അങ്ങനെ പേരെടുത്ത് പറയാവുന്ന ഒരുപാട് പേര്. അതായത് ചിത്രകലയും സാഹിത്യവും സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ തലമുറ, ഞങ്ങൾക്കൊക്കെ ആവേശം പകർന്നിരുന്ന തലമുറ. അപ്പോൾ കരുണാകരൻ്റെ ചിത്രങ്ങൾ നമ്മൾ അന്ന് ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിലുള്ള ഒരു ഊർജ്ജം ഞങ്ങൾ സ്വീകരിച്ചിരുന്നുള്ളതാണ്. ആ ഊർജ്ജം ആ കാലത്തിൻ്റെ ചെറുപ്പകാലത്തിൻ്റെ ഒരു തരം പ്രതിഷേധം, അല്ലെങ്കിൽ ഒരു പ്രതിരോധം, അല്ലെങ്കിൽ ഒരു നിഷേധം. ഇതേപോലുള്ള തെരുവുകളിലൂടെ ഞാനും പൗത്രനും ജോൺ അബ്രഹാമും CN ശ്രീധരനും CN കരുണാകരനും ചിന്തരവിയൊക്കെ പലതവണ നടന്നു പോയിട്ടുണ്ട്. പാനീയങ്ങൾ അന്വേഷിച്ചാണ്. മന്ദബുദ്ധികളുടെയും പ്രായണ ഭാഗ്യാന്വേഷികളുടെയും ആയി മാറുന്നത് മുതൽ ഇങ്ങോട്ട് പൊളിറ്റിക്കൽ സ്വഭാവമുള്ള ഇത് വേണ്ട രീതിയിൽ ആളുകൾ എത്തിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആളുകൾ കണ്ടില്ല ആ രീതിയിലുള്ള.
നമ്മൾ 70-കൾ പലപ്പോഴും സിനിമയായിട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് 70. അന്ന് സിനിമ മാത്രമല്ല, മറ്റു മേഖലകളിലൊക്കെ നാടകമായാലും ചിത്രകലയായാലും ശില്പകലയായാലും സംഗീതമായാലും ഒക്കെ തന്നെ ഒരു പുതിയ മാറ്റത്തിൻ്റെ കാലമായിരുന്നു. പുതിയ സംരംഭങ്ങൾ വഴിമാറി ഈ സഞ്ചരിക്കുന്ന സിനിമയിലൊക്കെ തന്നെ. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു കൂട്ടായ്മയും തുടങ്ങുന്ന സമയമായിരുന്നു എനിക്ക് തോന്നുന്നത്. ഈ സിനിമക്കാരും ചിത്രകാരന്മാരും ഒക്കെ തന്നെ പല സ്ഥലത്തും, ഇപ്പോൾ കോഴിക്കോട് നമ്മൾ ചിലവർ വീണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതുണ്ട്. അതുമാതിരി ഇതൊക്കെ ആയിട്ട് എറണാകുളത്ത് അയ്യപ്പൻകാവിൽ നമുക്കറിയാം. അയ്യപ്പൻകാവിൽ കരുണാകരൻ താമസിക്കുമ്പോൾ അന്ന് കേരളത്തിൽ നിന്ന് വടക്കു നിന്ന് വരുന്ന കലാകാരന്മാരും പല മേഖലകളിലും തെക്കുന്ന് വരുന്നവരായാലും തന്നെ കരുണാകരൻ്റെ അവിടെ 2 ദിവസം താമസിച്ചിട്ടുണ്ട്. അന്നൊക്കെ വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളുള്ള ഒരു ചെറിയ വീടാണ് അയ്യപ്പൻകാവിലൊരു ചെറിയ 2-3 ദിവസമൊക്കെ താമസിച്ച് പിന്നെ ഈശ്വരിയിലെ ആതിഥ്യമൊക്കെ സ്വീകരിച്ച് കഞ്ഞിയൊക്കെ കുടിച്ച് ഒക്കെ ആയിട്ടാണ് പോകും. അപ്പോൾ അതൊരു വെറും താമസത്തിൻ്റേതല്ല, ഒരു കൂട്ടായ്മയുടെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു എനിക്ക് തോന്നുന്നത്. കുഞ്ഞുദോഷം ഇല്ല, അതെ ക്ലാസ്സിലാ. ക്ലാസ്സിലോ? ക്ലാസ്സിലാ? ആ, ക്ലാസ്സിലാ. അത്രേ നിങ്ങൾ വിചാരം കുഞ്ഞിന് ഭാഷ പണം ഉണ്ടാക്കി തരുന്ന ഒരു സാധനമാണെന്നാവൂല്ലേ? വിളിക്കാം. ഇവിടെ വെച്ചിട്ടാണ് അശ്വത്ഥാൻ്റെ ആദ്യത്തെ ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തത്. കരുണാകരനായിരുന്നല്ലോ എൻ്റെ ആർട്ട് ഡയറക്ടർ. അതിന് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്. അതായത് ആ കാലത്ത് കുറച്ചും കൂടി മോഹൻ്റെ ആ കാലത്ത് കുറച്ചും കൂടി വേറെ തരത്തിൽ ഈ അശ്വത്ഥാവിൻ്റെ ആർട്ട് ഡയറക്ടർ എന്ന നിലയ്ക്കൊന്നും അങ്ങനെയൊന്നും അറിയാനില്ല. പക്ഷെ ഇവിടെ കൂടുതൽ അടുപ്പിച്ച് താമസിക്കാനുള്ള സന്ദർഭം കിട്ടിയത് കൊണ്ടും അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ദേശാഭിമാനിലും വീക്ഷണത്തിലൊക്കെ ഞാൻ എഴുതിയിരുന്ന കാലത്ത് കരുണാകരൻ ദേശാഭിമാനിൽ വരയ്ക്കാനൊക്കെ തുടങ്ങി. ആ സന്ദർഭത്തിലാണ് ധാരാളം സമയം ഉണ്ടെങ്കിൽ തുടങ്ങി. അപ്പോൾ കരുണാകരൻ്റെ ചിത്രങ്ങൾ, സാധാരണ ചിത്രങ്ങളിൽ ഞാൻ ഒരു ക്രിട്ടിക്കൊന്നുമല്ല, പക്ഷേ ചിത്രം കാണാനുള്ളതായ കുറേ സന്ദർഭങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഉണ്ടായിട്ട് ഇതിൻ്റെ ഈ അലങ്കാര ജട്ടിലായിട്ടുള്ള എന്നൊക്കെ പറയേണ്ട തരത്തിലുള്ളൊരു സമ്പ്രദായം ഉണ്ടല്ലോ, അന്ന് വളരെ കുറവാണ് ഇവിടെ കണ്ടിട്ടില്ല. ഒരു വേറൊരു ഇതിൽ പറഞ്ഞാലേ നമ്മുടെ തോൽപ്പാവക്കൂത്തിൻ്റെയൊക്കെ പാവകളൊക്കെ ഇല്ലേ, അതിനോടൊക്കെ ഒരു സാമ്യം. അതെങ്ങനെയുണ്ടായി അവിടെ നിന്നുണ്ടായിട്ട് അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അത് തന്നെ എനിക്ക് വളരെയധികം കൗതുകം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ചിത്രകലയെ പറ്റിയിട്ട് ഭാഗ്യവശാൽ എനിക്ക് ചിലത് വായിക്കാതെ വന്നിട്ടുണ്ട്. അതിൽ ഈ 2 ഡയമെൻഷൻ മാത്രം, നീളം വീതിയും മാത്രം കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ചുമരച്ചിത്രമൊക്കെ 3rd ഡയമെൻഷനില്ല. കരുണാകരൻ്റെ ചിത്രങ്ങളിൽ നീളവും വീതിയും അതിന് കനത്തിനെ പറ്റിയിട്ട് ഒരു താല്പര്യം, അതൊക്കെ എന്നെ കൂടുതൽ അടുപ്പിക്കാനുള്ളതായ കാരണങ്ങളുണ്ടായി. കരുണാകരൻ ഭാഗ്യവശാൽ ഇതേവരെ ചിത്രമാരെ പറ്റിയിട്ട് പ്രസംഗിച്ചിട്ടില്ല. അതെൻ്റെ ഭാഗ്യം. ചിത്രമാരെ പറ്റിയിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങിയിരുന്നുവെങ്കിൽ ഞാൻ അന്ന് പോന്നേനെ അവിടുന്ന്.
കരുണാകരൻ്റെ ചിത്രങ്ങളെന്ന് പറയുമ്പോൾ വളരെ മുമ്പ് മുതലൊക്കെ എനിക്ക് കരുണാകരൻ്റെ ചിത്രങ്ങളെപ്പറ്റി അറിയാം. എന്നുവെച്ചാൽ മദിരാശി പഠിക്കുന്ന കാലത്ത് തന്നെ കരുണാകരൻ ഞങ്ങളൊരേ സമയത്താണ് മദിരാശി പോയി ചേരുന്നത്. ആ സമയത്ത് മുതൽ കരുണാകരൻ്റെ ചിത്രങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് കരുണാകരൻ്റെ മാതിരി ഒരു ചിത്രകാരൻ കേരളത്തിൽ വേറെയില്ല. ഇത്രയും വളരെ നിഷ്കർഷയോടുകൂടി ചിത്രകല അഭ്യസിച്ച് അതിൻ്റെ ഒരു ഉറച്ച നിലപാടുകൾ എടുത്തുള്ള ഒരാൾ കേരളത്തിലെ കരുണാകരൻ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കരുണാകരനെ കണ്ടിട്ട് ഒരുപാട് കാലമായി. ഇപ്പോൾ വീണ്ടും കാണുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ വരാറുണ്ട്. മദ്രാസ് വിട്ടിട്ട് കുറച്ച് കാലം ഞങ്ങൾ കുറേ കാലം കണ്ടില്ല. പിന്നെ ഒരു 10-15 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കരുണാകരനെ വീണ്ടും എറണാകുളത്തും മറ്റും കാണാൻ തുടങ്ങിയത്. അതിനുശേഷം വളരെ കൂടുതൽ മദ്രാസിലുള്ളതിനെക്കാട്ടിലധികം കൂടുതൽ ഞങ്ങൾ അടുക്കുകയുണ്ടായി ഇവിടെ വന്നിട്ട്. കാരണം കേരളത്തിൽ ഞാൻ വരുമ്പോൾ 2 ആൾ എനിക്ക് ഈ കലയായിട്ട് ബന്ധപ്പെട്ട ആളുണ്ടായിരുന്നു. ഒന്ന് എന്താണ് ശ്രീധരനാണ്. ശ്രീധരൻ മരിച്ചുപോയി. പിന്നെ കരുണാകരനാണ്. പിന്നെ കരുണാകരനും ഞാനും പിന്നെ ഇവിടെ വരുമ്പോൾ ഒക്കെ കാണും. അങ്ങനെയാണ്. പഴയ കാലത്ത് സ്കൂൾ പഠിക്കാൻ പോകാൻ ചെറിയൊരു ചെക്കനായിട്ട് ഒരു ട്രൗസറൊക്കെ ഇട്ട് നടക്കുന്ന ഒരു പയ്യനായിട്ടാണ് അവിടെ കണ്ടിട്ടുള്ളത്. പക്ഷെ കരുണാകരൻ്റെ പെയിൻറ്റിങ് ഇപ്പോഴും ഒരു നമ്മുടെ കേരളമായിട്ട് വളരെ ബന്ധമുള്ളൊരു പെയിൻറ്റിങ്. നമ്മുടെ ചുമചിത്രങ്ങളായിട്ട് പിന്നെ നമ്മുടെ സംസ്കാരവും നമ്മുടെ ചിന്താഗതിയായിട്ട് ബന്ധമുള്ളൊരു പെയിൻറ്റിങ്ങാണ് കരുണാകരൻ്റെ. അതിൽ പ്രത്യേക ഒരു സ്വഭാവം കരുണാകരൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സ്വഭാവം വന്നത് എനിക്ക് അധികവും വന്നത് ഈ മ്യൂറൽസിൻ്റെ ഇൻഫ്ലുവൻസാണ്. അപ്പോൾ കരുണാകരൻ്റെ ചിത്രങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരു സവിശേഷത അതിൽ ഒരു രേഖാപരമായിട്ടും ഈ വർണ്ണത്തിനനുസരിച്ചും ഒരു ആലങ്കാരികത കൂടുതലാണ്. അത് കൂടുതലാവാൻ കാരണം എൻ്റെ നിരീക്ഷണത്തിൽ ഈ ഡിസൈൻ സെക്ഷനിൽ ആദ്യം പഠിച്ചുകൊണ്ടായിരിക്കണം. മറ്റേ ഡിസൈൻ സെക്ഷനിൽ പഠിച്ചിട്ട് പിന്നെ ഈ പെയിൻറ്റിങ് വിഭാഗത്തിലോ സ്കൾപ്ചർ വിഭാഗത്തിലോ വന്നിട്ടുള്ള ആളുകളെ പറ്റി എനിക്ക് വിവരമില്ല വാസ്തവത്തിൽ, കരുണാകരനൊഴിച്ച്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം കരുണാകരൻ്റെ ചിത്രങ്ങൾക്ക് ഒരു സവിശേഷ സൗഭാഗ്യമുണ്ട്. അത് അതിൻ്റെ ഒരു അലങ്കാര ഇതാണ്. അത് രേഖകളായാലും ശരി വർണ്ണങ്ങളായാലും ശരി അതിൻ്റേതായിട്ടുള്ളൊരു അലങ്കാര പൊരുത്തമുണ്ട്. അത് ആദ്യകാല ചിത്രങ്ങൾ മുതൽ ഈ കാലത്ത് വരെയുള്ള ചിത്രങ്ങളുടെ അത് സവിശേഷമായിട്ട് കാണാം. ആ പ്രത്യേകതയുള്ള തരം ചിത്രങ്ങൾ വേറെ കേരളത്തിലായാലും ഇന്ത്യക്ക് അകത്തോ പുറത്തോ ആയാലും ചിത്രങ്ങളധികം ഞാൻ കണ്ടിട്ടില്ല. ആ സ്ത്രീരൂപങ്ങൾക്കും നമ്മുടെ കേരളീയ സ്ത്രീകളുടെ വേഷവിധാനങ്ങളുമായിട്ടൊരു പൊരുത്തമുണ്ട്. അതിനു മുമ്പേ തന്നെ ഏകദേശം ഭിത്തിചിത്രങ്ങളുടെ തരത്തിലുള്ള ഒരു അംഗവടിവ് കരുണാകരൻ്റെ ഈ സ്ത്രീരൂപങ്ങൾക്കുണ്ട്. ആയിരത്തി 1980 ഈ വീട് പണി കഴിപ്പിച്ചത്. എം വിനായകനായിരുന്നു അത് ഡിസൈൻ ചെയ്തത്, പണിയിപ്പിച്ചതും എന്ന് പറയാം. അതിൻ്റെ പാലുകാച്ചൽ
നടക്കുന്നത് 1980 ഒക്ടോബറിലാണ്. ആ പാല് കാച്ചലിൽ മറ്റു പലരെയും പോലെ കരുണാകരനും പങ്കെടുത്തിരുന്നു. അന്നേ കരുണാകരൻ എന്നെ വിളിച്ച് ഈ സ്ഥലം, ഈ ചുമര് കരുണാകരൻ്റേതാണെന്നും അതിന് വേറൊരാൾക്കും അവകാശമില്ലെന്നും ഇന്നല്ലെങ്കിൽ നാളെ എന്നെങ്കിലും ഞാൻ എന്തെങ്കിലും വികൃതി ഇവിടെ ഇതുമാതിരി കാണിക്കും എന്നോട് പറയുകയുണ്ടായി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് എൻ്റെ ഭാര്യയുണ്ട് ആലീസ്. ആലീസും കരുണാകരനും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ്. ആലീസിനോട് ആകെ ആവശ്യപ്പെട്ടിട്ടുള്ളത് കഞ്ഞിയും മുതിരപ്പേരിയും മാത്രം. അങ്ങനെ 7 ദിവസം ആലീസ് കൊടുത്ത കഞ്ഞിയും മുതിരപ്പേരിയും കഴിച്ചുകൊണ്ടാണ് ഈ ക്രിയകൾ ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ സ്നേഹിതന്മാർ പലരും അത്ഭുതാദരങ്ങളോടുകൂടി ഇതിനെ നമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പുരോഹിതന്മാർ, ക്രിസ്ത്യൻ പുരോഹിതന്മാർ ചിലർ വന്നിട്ട് ഇത് അന്ത്യ അത്താഴമാണ് എന്നുള്ളവർക്ക് മനസ്സിലാകുകയും അവർ വളരെ അത്ഭുതത്തോടും സന്തോഷത്തോടും കൂടി അവർ പറയുകയും ചെയ്യും, എന്തായാലും ഒരു ഹൈന്ദവനാണല്ലോ ഇത് ചെയ്തത്. എന്തായാലും ഞാൻ കരുണാകരന് അഭിമാനപ്പെടുന്നു. എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് ഏട്ടൻ എന്നെ കല്യാണം കഴിക്കുന്നത്. എൻ്റെ വീട് ഇരിഞ്ഞാലക്കുടയിലുള്ള നടവരമ്പിലാണ്. കല്യാണം ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഗുരുവായൂർ നേരെ നടവരമ്പത്തേക്ക് വന്നു. അവിടുന്ന് തിരിച്ച് അന്ന് വൈകുന്നേരം ഏട്ടൻ്റെ സ്ഥലം ഗുരുവായൂർ ബ്രഹ്മകുളമാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയി. എന്നിട്ട് അവിടെയാണ് സ്റ്റേ ചെയ്തത്. ഫെബ്രുവരിയിലാണ് ഞങ്ങൾ എറണാകുളത്ത് വരുന്നത്. എറണാകുളത്ത് വന്നപ്പോൾ ഞങ്ങൾ 2-3 ദിവസം ജി ശങ്കരക്കുറുപ്പിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. പിന്നെ അവിടെ നിന്നാണ് വീട് കിട്ടിയിട്ട് ടൗൺ ഹാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് പരമാരമ്പലത്തിൻ്റെ ബാക്കിൽ ഒരു 1 ബെഡ്റൂം കിച്ചണായിട്ടുള്ള വീട്ടിലാണ് താമസിച്ചത്. അവിടെ ഒരു 6 മാസം താമസിച്ചു. അവിടുന്ന് തിരിച്ച് പിന്നെ ഡൺലപ്പിൻ്റെ പുറകിൽ വന്നിട്ട് അവിടെ ഒരു 2 വർഷത്തോളം താമസിച്ചു. അവിടെ വെച്ചിട്ടാണ് മോള് ജനിക്കുന്നത്, അമ്മിണി. അവിടുന്ന് പിന്നെ പുല്ലേപ്പടിക്കലേക്ക് മാറി അവിടെ 2 വർഷം താമസിച്ചു. അവിടെ വെച്ചിട്ടാണ് മോനുണ്ടാവുന്നത്, ആയില്യ. അങ്ങനെ ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. മൂത്ത ആൾ അമ്മിണി, രണ്ടാമത്തെ ആൾ ആയില്യ. അവസാനം ചിത്രകൂടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ട് ഗാലറി തുടങ്ങി. അതിനുശേഷം 77 സൗദി അറേബ്യയിലേക്ക് പോയി. അവിടെ 1 വർഷം തയ്ച്ച് നിന്നില്ല. ഒരു 11 മാസമൊക്കെ ആയപ്പോഴേക്കും പോയ പോലെ അതേപോലെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ആ 1 വർഷം ഞാൻ കുട്ടികളെയും കൊണ്ട് നാട്ടിലായിരുന്നു. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് വീണ്ടും എറണാകുളത്ത് ഒരു പുതിയ ജീവിതം തുടങ്ങണ പോലെ പിന്നെ വീണ്ടും ഒരു വീടൊക്കെ എടുത്ത് അങ്ങനെ താമസിക്കാൻ തുടങ്ങി. പിന്നെ അതിനിടയ്ക്ക് പ്രസ് തുടങ്ങി, പിന്നെ സ്ക്രീൻ പ്രിൻറ്റിങ് യൂണിറ്റ് തുടങ്ങി. അവസാനം അതിനൊക്കെ ശേഷം 88 കൂടിയിട്ടാണ് ശരിയായ ചിത്രവരയിലേക്ക് തിരിച്ചു വരുന്നത്. എനിക്ക് ആർട്ട് കളക്ഷനിൽ ഒരു താല്പര്യം ഉണ്ടാകാൻ തന്നെ കാരണം CN കരുണാകരൻ മാഷാണ്. 96 ഞാൻ ന്യൂഡൽഹിയിൽ നിന്നും അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ എറണാകുളത്ത് MG റോഡിലുള്ള
ചൈത്രം ആർട്ട് ഗാലറിയിൽ പോകാനിടയായി. വെറുതെ ഒന്ന് പോയത് ആർട്ട് ഗാലറിയിൽ, വെറുതെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല പല ആർട്ട് വർക്ക്സും ഉണ്ടായിരുന്നു. ഞാനതെല്ലാം നോക്കി നടന്ന് കണ്ടപ്പോൾ കരുണാകരൻ മാഷ്ടെ ഒരു നല്ല ആർട്ട് വർക്ക് എനിക്ക് വളരെ ഇഷ്ടമായി. കുറേ നേരം ഞാനത് നോക്കി നിന്നു. അവസാനം ഞാനത് വാങ്ങിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ച ആർട്ട് വർക്കായിരുന്നത്. അത് വീട്ടിൽ കൊണ്ടുവന്നു. ഞാനത് തമ്മിൽ നോക്കിയിരുന്നു, കുറേ നേരം നോക്കിയിരുന്നു. പിറ്റേ ദിവസം ഞാൻ ചൈത്രം ആർട്ട് ഗാലറിയിൽ പോയിട്ട് മാധവൻ നായരോട് ചോദിച്ചു, എനിക്ക് കരുണാകരൻ മാഷ്ടെ അഡ്രസ്സ് വേണം. അഡ്രസ്സ് കിട്ടി. ഞാൻ എടപ്പള്ളിയിൽ മാഷ്ടെ വീട്ടിൽ പോയി. അവിടെ ധാരാളം ആർട്ട് വർക്കുകളുണ്ടായിരുന്നു. ഏത് വായിക്കണമെന്ന് എനിക്ക് നിശ്ചയമില്ലായിരുന്നു. എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട 8 ആർട്ട് വർക്കുകൾ അന്ന് ഞാൻ വാങ്ങിച്ച് ഞാൻ തിരിച്ച് ഡൽഹിക്ക് പോയപ്പം 9 ആർട്ട് വർക്ക്, കരുണാകരൻ മാഷ്ടെ 9 വർക്കുകളുമായിട്ടാണ് ഞാൻ തിരിച്ച് ഡൽഹിക്ക് പോയത്. CN കരുണാകരൻ മാഷിനെ എനിക്ക് 25 വർഷത്തിന് മേലെയായിട്ട് അറിയാം. ഞാൻ ധാരാളം ട്രോഫികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഡിസൈൻ ചെയ്ത് തരുന്നത് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രോസസ്സ് ഷീറ്റ് മെറ്റലിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ബ്രാസ്, കോപ്പർ, സ്റ്റെയിൻലെസ് സ്റ്റീല്. ഇതാദ്യം ഇതിലേക്ക് CN മാഷിൻ്റെ ഡ്രോയിങ് ലിത്ത് ഫിലിം ആക്കിയിട്ട് മെറ്റലിലേക്ക് സ്ക്രീൻ പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ഞങ്ങൾ പ്രത്യേകതരം മഷിയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം അത് ഹീറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം ഫെറിക് ക്ലോറൈഡ് ഇട്ടിട്ട് എച്ച് ചെയ്യും. എച്ചിങ്ങിന് ശേഷമാണ് ഞങ്ങൾ അതിൽ കളർ ഇടുന്നത്. അത് CN മാഷായിരിക്കും കളറിങ് ഒരു പരിധി വരെ ചെയ്യുന്നത്. പിന്നെ എന്നിട്ടാണ് അതിന് അത്യാവശ്യ ഫ്രെയിമിങ്ങൊക്കെ പിടിപ്പിച്ച് അതിൻ്റേതായ സൈഡ് ബീഡിങ് എല്ലാം പിടിപ്പിച്ചിട്ട് ശേഷമാണ് ഞങ്ങളത് എക്സിബിഷന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. ഞാൻ ചിത്രകല പഠിക്കാനായിട്ട് 72 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സിൽ എത്തുമ്പോൾ വളരെ സീനിയറായിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യണ ആദ്യം കാണുന്നത് CN കരുണാകരൻ മാഷ് ഒരു പോർട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. അത് എനിക്കൊരു അത്ഭുതമായിരുന്നു. ഞാൻ ആ തരത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോഗ്രാഫ് ഞാൻ കളക്ട് ചെയ്യുമ്പോഴാണ് വളരെ കുനുകുനുന്നുള്ള ഡെക്കറേറ്റീവായിട്ടുള്ള ഡ്രോയിങ്സ് അദ്ദേഹം ചെയ്യുകയും പിന്നീട് ഞാൻ എക്സിബിഷൻസ് കാണാൻ പോകുമ്പോൾ എനിക്കതൊരു അത്ഭുതമായിരുന്നു. എങ്ങനെ ഇതിന് ഒരു ചെറിയ സ്പേസിലേക്ക് ഇത്ര അധികം ഫിഗറുകളും മുഖങ്ങളും അതുമെല്ലാം വളരെ സമയമെടുത്ത് ചെയ്യുന്ന ഒരു ചിത്രങ്ങളായിരുന്നു. ദ്രാവിഡ സംസ്കൃതിയുടെ തുടിതാളം കരുണാകരൻ്റെ ചായത്തിൻ്റെ തുമ്പിൽ നിന്ന് പിറവിയെടുക്കുന്ന ഓരോ ചിത്രത്തിൻ്റെ ഓരോ വരകളിലും ഓരോ വളവുകളിലും അരികുകളിലും മൂലകളിലും അതിലെ അപൂർണതകളിലും അവയിലെ ചോദ്യചിഹ്നങ്ങളിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. അത് നമ്മുടെ മണ്ണിൻ്റെ നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നു. ആയിരത്തി 1987 CNൻ്റെ ചിത്രങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതും ചിന്തയിൽ ഇല്ലസ്ട്രേഷനും അതിൻ്റെ ടൈറ്റിലും. അപ്പോൾ അന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഞാൻ പേഴ്സണലി ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്പൂതിരി മാഷ്ട കലാകൗമുദിയിൽ വന്നിരുന്ന ഇല്ലസ്ട്രേഷൻസും ASൻ്റെ മാതൃഭൂമിയിൽ വന്നിരുന്ന ഇല്ലസ്ട്രേഷനാണ്. ഭുജംഗയിൻ്റെ ദശാവതാരങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഇല്ലസ്ട്രേഷൻസ്. അപ്പോൾ അന്ന് വളരെ ഓർഡിനേറ്റഡ് ആയിട്ട് ചിന്തയിൽ വന്നിരുന്ന പ്രത്യേകിച്ച് ടൈപ്പോഗ്രാഫി കഥകൾക്കും മറ്റ് ലേഖനങ്ങൾക്കൊക്കെ കൈകൊണ്ട് വരച്ചിട്ട് അല്ലെങ്കിൽ ഫോണ്ടിന് പകരം കൈകൊണ്ട് വരച്ച് ഉണ്ടാക്കിയിട്ടുള്ള ടൈറ്റിലുകൾ
അതെന്നെ എൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചു. നമുക്ക് മുന്നേ, ഇപ്പം എൻ്റെ ഒരു ജനറേഷൻ മുന്നേ, മറ്റ് പല ആൾക്കാർക്ക് മുന്നേ കേരളത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ട് കലാപരിശീലനം നടത്താൻ ശ്രമിച്ച ഒരാളായിരുന്നു സി. അത് ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ പലപ്പോഴും വളരെ നാടൻ ശീലുകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന. അതേ സമയത്ത് ഞാൻ സി എൻ മാഷിൻ്റെ ചിത്രത്തിൻ്റെ ആരാധകൻ അങ്ങനെ പറയാനും പറ്റില്ല. ഞാൻ അങ്ങനത്തെ ഒരു കടുത്ത ആരാധകനാണ്. ഞാൻ എപ്പോഴും അതിനെ ക്രിട്ടിക്കലിയാണ് നോക്കിക്കാണാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് സി എൻ മാഷിൻ്റെ തന്നെ നേരത്തെ ചെയ്ത ചില ലാൻഡ്സ്കേപ്പുകളുണ്ട്, എനിക്ക് വളരെ താല്പര്യമുള്ളതാണ്. പാലക്കാടൻ ചില ലാൻഡ്സ്കേപ്പിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന. അപ്പം ഇത്തരം ഒരു ആസ്പെക്റ്റും ഉണ്ട്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്താണ് സി എൻ കരുണാകരൻ്റെ ചിത്രങ്ങൾ ഇങ്ങനെ സ്ത്രീകൾ പ്രത്യക്ഷപ്പെടും? ഞാൻ ഇന്ന് വരെ ഒരു സ്ത്രീയെ വരച്ചിട്ടില്ല, ഒരു അനിമലിനെ ഞാൻ വരച്ചിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഞാൻ ഭാരതീയനാണ്. എൻ്റെ ഉള്ളിൽ പാരമ്പര്യമായിട്ട് നമ്മളുടെ പൂർവികന്മാർ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള എന്തോ ഒരു സാംസ്കാരിക അവബോധമുണ്ട്. അത് ബോധപൂർവമല്ല. അതായത് നമുക്ക് രവിവർമ്മയുടെ കാലഘട്ടത്തോടെ നമുക്ക് അന്യമായി പോയ ഒരു മ്യൂറൽ സമ്പ്രദായം എനിക്ക് തോന്നുന്നു കേരളീയ ചിത്രകലയിൽ തിരിച്ചു കൊണ്ടുവന്നത് സി എൻ മാത്രമാണ്. എൻ്റെ ഓർമ്മയിൽ കരുണാകരൻ മാഷാണ് അത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മ്യൂറൽ സമ്പ്രദായം മാഷ് റിട്ടൈൻ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മളിപ്പോൾ ക്യൂബിസത്തിലൊക്കെ പിക്കാസോൻ്റെ ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ മുഖങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരൂപങ്ങളെ നമ്മൾ രണ്ട് ദ്വിമാനമായിട്ട് കാണുന്ന, രണ്ട് വശങ്ങളിലൂടെ കാണുന്ന ചില സമ്പ്രദായമൊക്കെ മാഷിൻ്റെ ചില ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും. പിന്നെ വേറൊന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും മാഷിൻ്റെ ഒരു വിധ്വംസാത്മകമായൊരു ആധുനികത എന്ന് പറയുന്നത് മാഷ് പാശ്ചാത്യ ചിത്രകന്മാർ ചെയ്ത പോലെ തന്നെ ഈ പരിപ്രേക്ഷ്യത്തിൻ്റെ നിരാസമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ പെർസ്പെക്റ്റീവിൻ്റെ നിരാസമാണ് വാസ്തവത്തിൽ പാശ്ചാത്യ ചിത്രകലയിൽ ആധുനികത വരാൻ ഒരു ഏറ്റവും വലിയൊരു കാരണം. അത് മാഷിലെ ചിത്രകലയിൽ അത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഒരിക്കലും കലാപീഠത്തിലൊരു മാഷൊരു ഡെമോൺസ്ട്രേഷൻ നടക്കുമ്പോൾ ഇങ്ങനൊരു വിമർശനം നിന്നു, മാഷിലെ ചിത്രങ്ങളിൽ ഭയങ്കര സ്റ്റൈലൈസേഷനാണ്, ഓർണമെൻറ്റേഷനാണ്. അപ്പോൾ മാഷ് പറഞ്ഞൊരു മറുപടി 70 കണ്ടാണ് ഞാനത് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ മാഷ് പറഞ്ഞൊരു മറുപടി ഇതാണ്, ഈ ഡിസ്റ്റോർഷൻ എനിക്ക് ഇഷ്ടമല്ല, സ്റ്റൈലൈസേഷനാണ്. ഫ്ലെക്സിബിലിറ്റി വേണം, ഫ്ലെക്സിബിൾ ആവണം എന്ത് രൂപയിലും. അപ്പം അതുകൊണ്ട് സ്ത്രീ സങ്കല്പങ്ങളിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പക്ഷെ അതേ സമയത്തൊരു ഞാൻ മെയിലിനെയും ഫീമെയിലിനെയും വരയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഈ മെയിൽ വളരെ റിജിഡാണ്, ഫീമെയിൽ കുറേ ഫ്ലെക്സിബിളാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു പെൺകുട്ടി ഞാൻ ചിത്രം വരച്ചിട്ടില്ല, ഒരു കാക്കയെ വരച്ചിട്ടില്ല. ഇന്ന് വരെ ഞാൻ കണ്ട ഒരു മരം അതേപോലെ ഞാൻ വരച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിതേ ഒക്കെ ചെയ്യണത് എൻ്റെ മോഹം വളരെ അമൂർത്തമായ തലത്തിലേക്ക് ചിത്രങ്ങളെ എത്തിക്കാൻ എനിക്ക് സത്യസന്ധമായിട്ട് ഒരു ജന്മം പോരാ. പണ്ടൊക്കെ കരുണാകരൻ സാറ് സ്ഥിരമായിട്ട് എൻ്റെ ഓട്ടോയിലാണ് വരിക. രാത്രി വളരെ വൈകിട്ടൊക്കെ കൊണ്ടുവന്ന് ആക്കാറുണ്ട് ഞാൻ. ചിലപ്പോൾ വരുമ്പോൾ തനിച്ചായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കൂടെ കാണും. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ 67 കാഞ്ഞിരപ്പള്ളിയിൽ പഠിപ്പിക്കാൻ വരുന്നത്. അപ്പോൾ അന്ന് 68 ആയപ്പോഴത്തേക്കും ജോൺ കാഞ്ഞിരപ്പള്ളിയിൽ വരാൻ തുടങ്ങി, ജോൺ എബ്രഹാം. അപ്പം ജോണും ഞാനും കൂടെ, കോട്ടയത്താണ് കമ്പനി, കോട്ടയത്ത് നിന്ന് ഇടയ്ക്ക് ഈ കമ്പനി എറണാകുളത്തേക്ക് ഇങ്ങനെ നീങ്ങും. നമ്മളുടെ കുര്യനുണ്ടായിരുന്നു, ജേർണലിസ്റ്റായിരുന്നു, പിന്നെ കുര്യന്. അപ്പോൾ ഞങ്ങളെ കൂടെ എറണാകുളത്ത് ചെല്ലും. എറണാകുളത്തെ പ്രധാന കമ്പനി ഒന്ന് കരുണാകരനും ഒന്ന് TR ആയിരുന്നു. അപ്പം അന്ന് ആ കാലഘട്ടം തൊട്ടാണ് കരുണാകരനെ അറിയുന്നത്. അന്ന് അപ്പോൾ കരുണാകരനും ഞാനും തമ്മിൽ മറ്റു തരത്തിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കരുണാകരൻ എൻ്റെ മലയാള നാട്ടിൽ പ്രസിദ്ധീകരിച്ച കഥകൾക്ക് കരുണാകരൻ വരച്ചിട്ടുണ്ട്. എൻ്റെ കരുണാകരൻ മലയാള നാട്ടിന് വേണ്ടിയിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്തിരുന്ന കാലമാണ്. അപ്പോൾ എനിക്ക് സ്ഥായിയായിട്ട് പെയിൻറ്റിങ്ങിലും ഇതിലുമൊക്കെ അതിലും കൂടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ തുറന്നു പറഞ്ഞാൽ ഈ ചെറുപ്പമായിരുന്നു, മദ്യപാനത്തിൻ്റെ അടക്കമുള്ള കൂട്ടുകെട്ടുകൾ, പരസ്പരം ഒരു ധാരണകളെ കലയെപ്പറ്റിയും സംസ്കാരത്തെപ്പറ്റിയും
എഴുത്തിനെ പറ്റിയും പെയിൻറ്റിങ്ങിനെ പറ്റിയും എല്ലാം കൂടെ ഉള്ള സിനിമയെ പറ്റിയും വളരെ പ്രധാനമായിട്ടാണ്. ഇതിനെപ്പറ്റി എല്ലാം കൂടെ ഉള്ള ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിരുന്നു. അപ്പം ഗോവിന്ദനും അതിൻ്റെ ഒരു സ്ഥലത്ത് ഗോവിന്ദൻ നിൽപ്പുണ്ട്, എം ഗോവിന്ദൻ. ഒരുപക്ഷെ ഗോവിന്ദനായിരിക്കാം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് ഗോവിന്ദനാണ്. പരസ്പരം അറിയാത്ത ആളുകളെ, ചെറുപ്പക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആധുനികതയിലേക്ക് കൊണ്ടുവന്നിരുന്ന ആ മഹാനായിരുന്നല്ലോ. അപ്പം ശ്രീധരൻ ഇതുപോലെ ഈ ഒരു പ്രസ് ഉടമ എന്നുള്ളത് അതിൻ്റെ ഒരു പിന്നെ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. അടിസ്ഥാനപരമായിട്ട് ശ്രീധരൻ ഒരു സഹൃദയനും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കരുണാകരനെ അടക്കം ഈ ഉള്ള പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രോത്സാഹകനായിരുന്നു. മനോഹരമായൊരു കാലഘട്ടമായിരുന്നു അത്. 60-കൾ 70-കൾ എന്ന് പറയുന്ന ഇന്നത്തെ പോലെയുള്ള ഈ കാലുഷ്യങ്ങളും ഈ മതവും ജാതിയും കൂട്ടിച്ചേർത്തിട്ടുള്ള ഈ വൈരാഗ്യങ്ങളും പകകളും വെറുപ്പുകളും ഇല്ലാത്ത ഒരു പരിപൂർണമായിട്ടുള്ള ഒരു ലിബറൽ, ഓണസ്റ്റ്, ഭയങ്കര സത്യസന്ധതയുള്ള കാലഘട്ടമായിരുന്നു. Basically, if you see this in a critical perspective, in terms of the art that is coming out of South India, a broad spectrum of what could be called the South Indian school of painting, triggered primarily by the Madras College of Art, which is one of the oldest arts colleges in India. The language is a very special language. The language is something that does not deny its own root. So I think when I see Karunakaran's work, it resonates for me along with the work of at least half a dozen other well-known painters from this part of the world who are able to hold on to the root through a very modernist device, and that device in a strange way connects to tradition and the past, and that device is called geometry. I think his picture plane, if you look at his picture plane, it's replete with very complex idea of geometry, of color, of space, opening out of spaces, and in a effortless kind of way. I mean, I've not personally seen Karunakaran paint, how he makes his canvas, but when you look at it in retrospect, when you look at it as a viewer, what emerges for you is this tremendous choreography of spaces, complex spaces, which he is able to sustain even in works which are figurative. So the figure doesn't seem to mar his grasp of space, and that for me is one of the primary achievements of this artist. And then when he adds into the space and into the plane a very special, distinct sense of color, then that takes it to an extremely complex level. What is amazing for me is that Karunakaran has not been affected by other modern trends or other fashions or other generic disturbances that are going on in the art world. He has stuck to what he knows is a strength. He has stuck to his métier. And then when you move from the color work and you go to his line work, it's a fantastic universe. In fact, I respond much more strongly to the line work universe because I see the color in it. He has not put color in, but I see the color. I see a fabulous, range of colors that the black and the ink drawings depict, and it's the color of imagination. So for me, the strength of an artist like Karunakaran is able to trigger the imagination. സ്പേസും ഫോമും നമ്മളൊരു ഹാർമണി ഉണ്ട്, നിറത്തിൻ്റെ ഹാർമണി, രൂപങ്ങളുടെ ഹാർമണി. വിഷയം അല്ല എനിക്ക് ചിത്രം. ഒരു യൂറോപ്യൻ സിലബസിൽ പഠിച്ചിട്ട് പിന്നെ ഭാരതവും കേരളവും മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ എൻ്റെ മനഃശാസ്ത്രത്തിൽ തന്നെ മാറ്റം വന്നു. കാര്യം അടിസ്ഥാനപരമായിട്ട് പ്രാദേശികത നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ലെവലുകളും സ്വാധീനിക്കുന്നുണ്ട്.
ഇതിൽ ഞാൻ സായിപ്പിൻ്റെ പിന്നാലെ പോകേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളത് ഹലബേലും ബേലൂരും ശരണബലകുളയും തുടങ്ങിയ ഭാരതീയ പാരമ്പര്യ ചിത്രകല എന്നെ ബോധ്യപ്പെടുത്തി. CN കരുണാകരൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാസുഹൃത്താണ്. ചിത്രകാരൻ എന്നുള്ള നിലയിൽ കലാകാരന്മാരുടെ ലോകത്ത് CNൻ്റെ സ്ഥാനം അദ്വിതീയമാണ്. ആധുനിക മലയാള ചിത്രകലയ്ക്ക് KCS പണിക്കർ, TK പത്മിനി, നമ്മുടെ പ്രിയപ്പെട്ട A രാമചന്ദ്രൻ, KGS ഇവരൊക്കെ നൽകിയതിന് തുല്യമായ അമൂല്യമായ സംഭാവനയാണ് CN നൽകിയിട്ടുള്ളത്. ഇതിന് പുറമെ തൻ്റേതായൊരു ദൃശ്യതാളം തൻ്റെ ചിത്രരചനയിലൂടെ വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ അപൂർവം ചിത്രകാരന്മാരൊരാൾ എന്ന നിലയിൽ CN നമ്മുടെയൊക്കെ മനസ്സിൽ എന്നുമെന്ന് നിറഞ്ഞു നിൽക്കുന്നു. കൈ വറച്ച കരുണാകരൻ ചെയ്യും. കൈ വറച്ചാൽ കരുണാകരൻ കൈ വരച്ചാൽ പിന്നെ ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ പെയിൻറ്റർ, ഇങ്ങനെ ഒരു ചിത്രകാരൻ എന്നുള്ള എനിക്ക്, കാരണം എൻ്റെ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവത്തിൽ വരച്ച കൈയിൻ്റെ ഒരു ചിത്രമല്ല ഇതൊക്കെ. എത്ര കാലം ദശാമയിൽ പടം വരച്ചിട്ടുണ്ട്, ഒരുപാട് കാലം വരെ. ഇതിലൊന്നും ഒരു കാര്യമില്ല. ചിത്രകലയും അതിന് കൂട്ടിയിട്ട് വിലയിടുന്നതിൽ ഒരു കാര്യമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ നമ്മളെ ഈ പ്രപഞ്ചത്തിൽ കഷ്ടപ്പെടുന്നവരുടെ കാര്യം കൂടെ നമ്മൾ മനസ്സാക്ഷിയിൽ ഉൾക്കൊള്ളണം എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു കണ്ടംപററി പെയിൻറ്റർ എന്ന നിലയ്ക്ക് കാലിക പ്രസക്തി ഉണ്ടോ തൻ്റെ ചിത്രങ്ങളൊക്കെ എന്ന് ചോദിച്ചാൽ എനിക്ക് കാലിക പ്രസക്തി സ്വപ്നത്തിലായാലും കുഴപ്പമുണ്ടോ? ഈ പാവപ്പെട്ടവർക്ക് സ്വപ്നം കണ്ടുകൂടെ പാട്ടെ. ഒരു ചിത്രം ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ കുറവുകളും അതിൻ്റെ പോരായ്മകളും എൻ്റെ മനസ്സിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അത് പരിഹരിച്ച് പോകുമ്പോൾ 72 വയസ്സായി.